നിങ്ങളുടെ വീട്ടിൽ 60,000 രൂപ അല്ലെങ്കിൽ 70,000, 1 ലക്ഷം, 2 ലക്ഷം മുടക്കി നിങ്ങളൊരു ടി വി മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ, അതായത് എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ടി വി ഓണാകുന്ന സമയത്ത് ഇതേപോലെ ഒരു കോയിൻ ഫ്ലിപ്പ് ചെയ്ത് ഹെഡാണ് വീഴുന്നതെങ്കിൽ ടി വിക്ക് കംപ്ലൈന്റ് ഇല്ലെന്നും ടെയിലാണ് വീഴുന്നതെങ്കിൽ ടി വി അടിച്ചുപോയി എന്ന് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ട, അതായത് നിങ്ങൾ പ്രവചിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇതേപോലെ വില കൂടിയ ടി വി മേടിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തിന് ഞങ്ങൾ പുറത്തുനിന്ന് ഒരു സ്റ്റെബിലൈസർ മേടിച്ച് നോക്കണം, ഇതിന്റെ ഉള്ളിൽ തന്നെ ഇൻബിൽഡ് ആയ ഒരു സ്റ്റെബിലൈസർ വരുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ വിശ്വസിച്ച് വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ ആ കാര്യം മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്തേക്ക്. കാരണം നിങ്ങളുടെ ടി വി ഒരു ഹാർട്ട് അറ്റാക്കിന്റെ റിസ്കിലാണ് നിൽക്കുന്നത്. ആയിരങ്ങളല്ല ലക്ഷങ്ങൾ മുടക്കി നിങ്ങൾ വാങ്ങുന്ന ഒരു ടി വി ആയിക്കോട്ടെ, അതിന്റെ ഉള്ളിൽ ഒരു സ്റ്റെബിലൈസർ ഇൻബിൽഡ് ആയി ഒരു കമ്പനിയും കൊടുക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള പ്ലഗ് പോയിന്റുകളിൽ വരുന്ന വോൾട്ടേജ് എന്നുള്ളത് 230 വോൾട്ട് എന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. AC കറണ്ട് ആണ്, തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിക്കും അല്ലെ. അപ്പോൾ 230 വോൾട്ട് ഉപയോഗിച്ചാണ് നമ്മുടെ ടി വി പ്രവർത്തിക്കുന്നത്. ആ ടി വിയുടെ ഉള്ളിൽ SMP എന്നുള്ള ഒരു പവർ സപ്ലൈ യൂണിറ്റ് വരുന്നുണ്ട്. ഈ പവർ സപ്ലൈ ആണ് 230 വോൾട്ടിനെ DC, അതായത് ഡയറക്റ്റ് നമ്മുടെ ബാറ്ററിയിലൊക്കെ വരുന്ന കാരണം ഉണ്ടല്ലോ, അതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇതിന്റെ ഉള്ളിലെ ബോർഡുകൾ, പ്രൊസസ്സറുകൾ, പാനലുകൾ എല്ലാം വർക്ക് ചെയ്യുന്നത്. വൈകുന്നേര സമയങ്ങളിൽ, സന്ധ്യാസമയങ്ങളിൽ നമ്മുടെ അടുത്ത് KCB എന്ന് പറഞ്ഞിട്ടുണ്ട്, ലോഡുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്, അതായത് വാഷിംഗ് മെഷീൻ, മിക്സി ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിക്കരുത്. പക്ഷേ മലയാളിയാണ്, 100% ഉപയോഗിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ 230 വോൾട്ട് എന്നുള്ളത് നേരെ കുറഞ്ഞ് 130, അതായത് ലോ വോൾട്ടേജിലേക്ക് എത്തും. ആ സമയം നമ്മുടെ ടി വി കാണുമോ? കണ്ടിരിക്കും. വെളുപ്പിനെ എണീറ്റ് ക്രിക്കറ്റ് കളി, അതേപോലെ ന്യൂസ് ഒക്കെ കാണുന്ന ആൾക്കാരും ഈ വീഡിയോ കാണുന്നില്ലേ? ഉണ്ട്. ആ സമയത്ത് ഹൈ വോൾട്ടേജ് ടൈമാണ്, അതായത് ആരും ടി വിയോ ലൈറ്റോ അധികം ആരും ഉപയോഗിക്കാത്ത സമയം, വളരെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ടി വി ഉപയോഗിക്കുള്ളൂ. ആ സമയത്ത് ഏകദേശം ഹൈ വോൾട്ടേജ് ടൈമാണ്. 270 വോൾട്ട് വരെ, 230 വോൾട്ടിൽ നിന്ന് 270 വരെ പൊങ്ങാറുമുണ്ട്. ആയിരങ്ങളല്ല ലക്ഷങ്ങൾ മുടക്കി നിങ്ങൾ ടി വി മേടിച്ചാലും ആ ടി വിയിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഡയറക്റ്റ് നമ്മുടെ 230 പ്ലഗ് പോയിന്റിൽ നിന്നാണ്. 230 വോൾട്ടിന്റെ പ്ലഗ് പോയിന്റ് ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൽ നിന്ന് കയറുന്ന വോൾട്ടേജ് കുറയാറുമുണ്ട്, പൊങ്ങാറുമുണ്ട്. ഈ ഒരു SMPSന് അങ്ങനെ കുറയുന്നതും പൊങ്ങുന്നതുമായിട്ടുള്ള വോൾട്ടേജുകളെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു കഴിവില്ല. അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ, റെസിസ്റ്റർ, ഡയോഡ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടിച്ചു പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ടി വിയുടെ ഉള്ളിലേക്ക്, അതായത് മെയിൻ ആയിട്ടുള്ള പാനൽ, പ്രൊസസ്സർ ഇങ്ങനെയുള്ള ഐറ്റംസിലേക്ക് ഡയറക്റ്റ് ആയി 230 ഇടിച്ചങ്ങ് കയറും. ഇപ്പൊ നിങ്ങൾ പലരും ചോദിക്കും, ഞങ്ങൾ വർഷങ്ങളായിട്ട് ടി വി ഉപയോഗിക്കുന്നവരാണ്, ഞങ്ങൾക്ക് ഇതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന്. കമ്പനി വാറന്റിയുള്ള ടി വികളാണെങ്കിൽ അവർ റീപ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ അത് റെഡിയാക്കി തരും. പക്ഷേ വാറന്റി ടൈം കഴിഞ്ഞിട്ടാണെങ്കിൽ സംഭവിക്കുന്നെങ്കിലോ എന്ത് ചെയ്യും? ടി വി മൊത്തത്തിൽ കംപ്ലൈന്റ് ആയി പോകും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എടുത്ത് കുഴിച്ചു മൂടാനേ നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഇതേപോലെയുള്ള ഐറ്റംസ് വേണ്ടത്. സ്റ്റെബിലൈസർ. വി-ഗാർഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയിട്ടുള്ള അവരുടെ വി-ഗാർഡിന്റെ ക്രിസ്റ്റൽ TT100+ എന്നുള്ള ഒരു സ്റ്റെബിലൈസർ ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 55 ഇഞ്ച് ടി വിക്ക് വരെ ഈ ഒരു ചെറിയ സാധനം കൊടുത്താൽ മതി. ഒരു പരിധി വരെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ടി വിയുടെ ആയുസ് കൂട്ടാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് ഈ കാണുന്ന സ്റ്റെബിലൈസർ. എന്റെ വീട്ടിലെ 55 ഇഞ്ച് ടി വിക്ക് വേണ്ടി ഞാൻ ഓൺലൈനിൽ നോക്കി ഏറ്റവും നല്ല സ്റ്റെബിലൈസർ ഏതാണെന്ന് നോക്കി വാങ്ങിച്ച് നിങ്ങളിലേക്ക് കൂടെ എത്തിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതിന്റെ പൈസ മേടിച്ചിട്ട് ഞാൻ പരിചയപ്പെടുത്തുവാന്ന് ആരും വിചാരിക്കേണ്ട. എന്തായാലും മേടിച്ചു, നിങ്ങൾ കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാന്ന് ഓർത്തു, അത്രേ ഉള്ളൂ. ഏകദേശം 3 വർഷത്തെ വാറണ്ടിയാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് കിട്ടുന്നത്. ഈ ഒരു സ്റ്റെബിലൈസർ മറ്റുള്ള സ്റ്റെബിലൈസറിൽ നിന്ന് ഭയങ്കര വലിയ വ്യത്യാസമുണ്ട്. എന്താണല്ലേ, കാണിച്ചു തരാം. അപ്പോൾ ഇവനാണ് നമ്മുടെ വി-ഗാർഡിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബെസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റെബിലൈസർ. ക്രിസ്റ്റൽ TT100+ എന്നാണ് നമ്മുടെ ഈ ഒരു സ്റ്റെബിലൈസറിന് വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്നുള്ളത്, ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഇതിലേക്ക് വരുന്നതും ഇതിൽ നിന്ന് പോകുന്നതുമായിട്ടുള്ള വോൾട്ടേജ് കൃത്യമായിട്ട് ഇതിൽ കാണിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയത്താണ് ലോ വോൾട്ടേജ് ഉള്ളത് ആ സമയം നമുക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു AC കോഡ് വഴി നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഈ ഒരു സ്റ്റെബിലൈസറിലേക്ക് ചെല്ലുന്നത് 230 വോൾട്ട് അല്ല, ചിലപ്പോൾ 90 വോൾട്ട് ആയിരിക്കും, 130 വോൾട്ട് ആയിരിക്കും, ചിലപ്പോൾ കൂടിക്കഴിഞ്ഞാൽ 270 വോൾട്ട് വരെ നമ്മുടെ ഈ ഒരു സ്റ്റെബിലൈസറിന്റെ ഉള്ളിലേക്ക് ചെല്ലും. അപ്പോൾ ഈ ഒരു സ്റ്റെബിലൈസറിന് കിട്ടുന്നത് ഒരു കറക്റ്റ് ആയിട്ടുള്ള വോൾട്ടേജ് അല്ല. പക്ഷേ സ്റ്റെബിലൈസറിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന 2 പ്ലഗ് പോയിന്റുകൾ വഴി പോകുന്നത് എപ്പോഴും നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ TV ആയിക്കോട്ടെ, സൗണ്ട് ബാർ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിലേക്ക് വേണ്ട കൃത്യമായിട്ടുള്ള വോൾട്ടേജ് ഈ ഒരു സ്റ്റെബിലൈസർ വിടും. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കറണ്ട് പോയെന്ന് വിചാരിക്കുക, അടുത്ത സ്നാപ്പിൽ നമ്മുടെ കറണ്ട് വന്നു. നിങ്ങളുടെ TV സ്റ്റെബിലൈസറിൽ കൊടുത്തിട്ടില്ലെങ്കിൽ സ്പോട്ടിൽ ഡാമേജ് ആവും, നേരെ കുഴികുത്തി മൂടുക. പക്ഷേ സ്റ്റെബിലൈസർ ഉണ്ടെങ്കിൽ അവിടെ കട്ട് ഓഫ് ആയവൻ, അതായത് കറണ്ട് ഓഫ് ആവുന്നു ആ സമയത്ത് കട്ട് ഓഫ് ആയി. കറണ്ട് വന്ന ഉടനെ തന്നെ നമ്മുടെ TVയിലേക്കും സൗണ്ട് ബാറിലേക്കും നമ്മുടെ ഈ ഒരു സ്റ്റെബിലൈസർ കറണ്ട് കൊടുക്കത്തില്ല. ഒരു 2-3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കറക്റ്റ് എന്തോരം വോൾട്ടേജ് ആണ് വന്നത് അതിനെ റെഗുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ TVയിലേക്കോ സൗണ്ട് ബാറിലേക്കോ ഇത് കറണ്ട് കൊടുക്കത്തുള്ളൂ. ഇതിലൊരു കുഞ്ഞൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്പ്ലേയിൽ ഇതിൽ എത്ര വോൾട്ടേജ് ആണ് വരുന്നത്, ഇത് എത്ര വോൾട്ടേജ് ആണ് നമ്മുടെ എക്യുപ്മെന്റ്സിന് കൊടുക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് കാണിക്കും. പിന്നെ ഒരു കാര്യം, ഇത് TVക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സൗണ്ട് ബാർ, സെറ്റ് ഓഫ് ബോക്സ് എന്തിനു വേണ്ടിയും ഈ ഒരു സ്റ്റെബിലൈസർ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഈ ഒരു വി-ഗാർഡിന്റെ ക്രിസ്റ്റൽ TT100+ എന്നുള്ള ഈ ഒരു സ്റ്റെബിലൈസർ ശരിക്കും നിങ്ങളുടെ TVക്കുള്ള ഒരു ഇൻഷുറൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ലക്ഷങ്ങൾ മുടക്കി നിങ്ങൾ ഒരു TV മേടിക്കുമ്പോൾ അതിന്റെ കാൽ പൈസ പോട്ടെ, ആയിരങ്ങൾ മുടക്കി നിങ്ങൾ മേടിക്കാനും അതിന്റെ കാൽ പൈസ പോലും ആകത്തില്ല ഈ ഒരു സ്റ്റെബിലൈസർ മേടിച്ച് വെക്കാനായിട്ട്. ഇപ്പോ ചെറിയൊരു തുക മുടക്കി ഈ ഒരു സ്റ്റെബിലൈസർ മേടിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ആയിരങ്ങൾ 10,000 മുടക്കി ഒരു TV റിപ്പയർ ചെയ്യേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ വി-ഗാർഡിന്റെ ക്രിസ്റ്റൽ TT100+ എന്നുള്ള നമ്മുടെ സ്റ്റെബിലൈസർ
നമ്മളിത് അടിപൊളിയായിട്ട് നമ്മുടെ ടി വിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിലിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ സോക്കറ്റിലുള്ള ആ ഒരു വോൾട്ടേജ് ആണ് 220 ആണ്, 219 ആണ്. ഇതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ വീട്ടിൽ AC, അതേപോലെ ഫ്രിഡ്ജ്, അങ്ങനെ ഫ്രിഡ്ജൊക്കെ ഇടയ്ക്കിടയ്ക്കല്ലേ ഓണാവത്തുള്ളൂ. ആ ഓണാവുന്ന സമയത്തൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കൃത്യമായിട്ടുള്ള ഒരു വോൾട്ടേജ് ഇതിൽ അറിയാൻ സാധിക്കും. ഇത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം, 218, 219. ഇതിപ്പോൾ രാത്രി സമയമാകുമ്പോഴത്തേക്കും ആ രാത്രിയിലത്തെ വോൾട്ടേജ് എത്രയാണെന്ന് കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതും കുറയുന്നതായിരിക്കും, കാരണം നമ്മൾ നല്ല രീതിയിൽ ലോഡ് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൽ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. വിഗാർഡ് എന്നുള്ള ബ്രാൻഡിന്റെ പേര് തന്നെ നമ്മുടെ കുഞ്ഞു കാലം തൊട്ട് തന്നെ നമ്മൾ കേട്ട് വരുന്ന ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വീട്ടിൽ ഞാൻ അത്രയും വലിയൊരു TV മേടിച്ച് വെച്ചപ്പോൾ വിഗാർഡിന്റെ തന്നെ സ്റ്റെബിലൈസർ വേണം, അതുകൊണ്ട് വിഗാർഡ് ദ ബെസ്റ്റ് സ്റ്റെബിലൈസർ ഓഫ് വിഗാർഡ് എന്നാണ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയത്. അങ്ങനെയാണ് ഈ ഒരു സാധനം എൻ്റെ കണ്ണിൽ പെട്ടത്, ക്രിസ്റ്റൽ TT 100+ എന്നുള്ള ഈ ഒരു സ്റ്റെബിലൈസർ. അതുകൊണ്ട് തന്നെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തു, ഇതേ സാധനം വന്നു, നിങ്ങളെ കൂടെ പരിചയപ്പെടുത്തി. നമ്മൾ ടിവികളുടെയൊക്കെ വീഡിയോ ചെയ്യുന്നതാണ്, പലരും ടിവികൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ TV പെട്ടെന്ന് ഇതേപോലെ ഫ്ലക്ച്വേഷൻ വന്ന് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെ ആവാതിരിക്കാനാണ് ഞാൻ ഈ ഒരു സാധനം കൂടെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാധനം ആവശ്യമുണ്ടെങ്കിൽ ആ TV ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോ ഉപകാരപ്പെട്ടു എന്നതിൽ യാതൊരു സംശയവുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റിലൂടെ അറിയിക്കുക, കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു നല്ല ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതാണ്. അതുവരേക്കും സ്മിഗോവിൽ സൈനിങ് ഔട്ട്.